ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, മല്ലു കപ്പിൾ ഓൺ ദ റോഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോ ആക്ച്വലി യൂറോപ്യൻ ട്രിപ്പിന്റെ ഇടയ്ക്കാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാം. അതിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഒരുപാട് വീഡിയോസ് എടുത്തെടുത്ത് പോകുന്നുണ്ട്. അതൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. ഐ എം സോറി. ഞാൻ വേറെ ഒന്നുമല്ല, നമ്മൾ തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ നമുക്ക് ഇച്ചിരി തിരക്കായിരുന്നു. പ്രത്യേകിച്ച് കുറച്ച് രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് നല്ല തിരക്കായിരുന്നു. ആ തിരക്കിന്റെ കാരണം എന്നാന്നുള്ളത് വരും വീഡിയോസിനകത്ത് ഞാൻ പറയാം. ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 1-2 വീഡിയോസിൻ്റെ അകത്ത് ചിലർ കമന്റ് ഇട്ടിരുന്നു, എങ്ങനെയാണ് നമ്മൾ CDL എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് CDL എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിവിടെ സ്റ്റേറ്റ് ഓഫ് ഫ്ലോറിഡയിലാണ് CDL എടുത്തത്. അപ്പം ഫ്ലോറിഡയിൽ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള ഞാൻ കാര്യങ്ങൾ പറയാം. ഏകദേശം എല്ലാ സ്റ്റേറ്റിലും ഇതേപോലെ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ചാനലിന്റെ പേര് നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റാൻ തീരുമാനിച്ചു കേട്ടോ. മല്ലു കപ്പിൾ ഓൺ ദ റോഡ് എന്നുള്ള ചാനൽ ഇച്ചിരി ലെന്തി നെയിമാണ്. അതും കൂടാണ്ട് അതിൽ വളരെ കോമൺ ആയിട്ടുള്ള പേരും ആയതുകൊണ്ട് നമ്മളത് മാറ്റണമെന്ന് കുറെ നാളുകളായിട്ട് ആലോചിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് ഏതാണ്ട് 1000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അതങ്ങ് മാറ്റിയേക്കാന്ന് പ്ലാൻ ചെയ്തു. അപ്പൊ ഈ പേര് മാറ്റാനായിട്ട് എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്ത് നമുക്കൊരു നല്ല പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളി എന്നെ വിളിക്കുന്നതും അങ്ങനെ തന്നെയാണ്, ട്രക്ക് അളിയൻ എന്നാണ്. അപ്പം അവരെ പരിചയപ്പെട്ടതൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിനകത്തുണ്ട് കേട്ടോ. നമ്മൾ യാദർശികമായി അവരെ പരിചയപ്പെട്ടാണ്. ഇപ്പൊ നമ്മൾ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വരും വീഡിയോസിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നും തൊട്ട് നമ്മുടെ ചാനലിന്റെ പേര് ട്രക്ക് അളിയൻ എന്നാക്കുകയാണ്. പക്ഷെ നമ്മൾ ഈ ട്രക്ക് അളിയൻ എന്നുള്ള ചാനൽ ഒഫീഷ്യലി ചാനലിന്റെ പേര് മാറ്റിയെങ്കിലും നമ്മൾ വീഡിയോസിനകത്തൊക്കെ തുടക്കത്തിൽ നമ്മൾ മല്ലു കപ്പിൾ ഓൺ ദ റോഡ് തന്നെയാണ് പറയുന്നത്. വേറെ ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, കുറെ വീഡിയോസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ്. സോ കുറച്ച് നാളത്തേക്ക് നമ്മുടെ വീഡിയോസിന്റെ സ്റ്റാർട്ടിങ്ങിൽ മല്ലു കപ്പിൾ ഓൺ ദ റോഡിന്റെ വെൽക്കം തന്നെയായിരിക്കും പറയുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ട്രക്കളിയിൽ എന്നുള്ള പേരിലേക്ക് മാറുന്നത്. എനിവേ, ചാനലിന്റെ പേര് ഇന്നോട്ട് മാറ്റുവാണ്. അപ്പൊ നമുക്ക് CDL എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. നമുക്ക് CDL വേണ്ടുന്നത് പ്രധാനമായിട്ടും എല്ലാ സ്റ്റേറ്റുകളിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം ഫ്ലോറിഡയിൽ ഉള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അത് തന്നെയാണ് പൊതുവെ എല്ലായിടത്തും തന്നെ ഉള്ളത്. പിന്നെ ചില സ്റ്റേറ്റുകളിൽ ഡിഫറെന്റ് ആണോ എന്നെനിക്ക് 100% ഉറപ്പില്ല. നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് 3 പരീക്ഷ പാസ്സാവണം. അതായത് നമുക്ക് ആദ്യം വേണ്ടത് ജനറൽ നോളജ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ജനറൽ നോളജ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ അമേരിക്കയിലെ വെതറിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ പല വെതറുകളുണ്ട്. അപ്പം ഈ വെതറിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമാണ് ജനറൽ നോളജ് ടെസ്റ്റിനകത്ത് ഒരു മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് എയർ ബ്രേക്ക് സിസ്റ്റമാണ്. എയർ ബ്രേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ട്രക്കുകളെല്ലാം തന്നെ എയർ ബ്രേക്കുകളാണ്. മറ്റേ കാറുകളിലുള്ളതെല്ലാം ഹൈഡ്രോളിക് ബ്രേക്കാണ്. അപ്പോൾ എയർ ബ്രേക്ക് സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് ബേസിക് ഒരു നോളജ് വേണം. അപ്പോൾ അത് പരീക്ഷിക്കാനായിട്ടുള്ള എയർ ബ്രേക്ക് ടെസ്റ്റിന്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് കോമ്പിനേഷൻ വെഹിക്കിൾ. അഥവാ കോമ്പിനേഷൻ വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രക്കും ട്രെയിലറും എന്ന് പറയുന്നത് 2 വെഹിക്കിൾ ആയിട്ടാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു കോമ്പിനേഷൻ ഓഫ് വെഹിക്കിൾ ആണ്. ഇപ്പോൾ കോമ്പിനേഷൻ വെഹിക്കിൾ അതിന്റെ കപ്പിളിങ്, അതുപോലെ തന്നെ അതിന്റെ ഫിറ്റിംഗ്, കാരണം നേരത്തെ നമ്മൾ വീഡിയോസിന് കാണിച്ചിട്ടുള്ള പോലെ ഗ്ലാഡ് ഹാൻഡ് കണക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ബേസിക് നോളജാണ് ആ ടെസ്റ്റിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 3 ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഫിസിക്കലാണ്. നമ്മളിവിടെയുള്ള DOT ഫിസിക്കൽ എന്ന് പറയും, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അംഗീകൃതമായിട്ടുള്ള ഫിസിക്കൽ എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മുടെ ബോഡി എല്ലാം ടെസ്റ്റ് ചെയ്യും. അപ്പം ബേസിക്കലി നമ്മുടെ ബ്ലഡ് പ്രഷർ, ഷുഗർ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് ബേസിക്കലി അവർ ടെസ്റ്റ് ചെയ്യും. പിന്നെ യൂറിൻ്റെ അകത്ത് നമ്മുടെ യൂറിൻ വരെ അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടെസ്റ്റിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഡ്രഗ് ടെസ്റ്റ് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഉറപ്പില്ല. കാരണം ഇവിടെ അറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് ഡ്രഗ്സ് ഒക്കെ എല്ലായിടത്തും ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട്, മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിൽ പ്രത്യേകിച്ച് പല സ്ഥലത്തും അവൈലബിൾ ആണ്. പക്ഷേ ട്രക്കിൻ്റെ അകത്ത് നമുക്ക് ഒരു കാരണവശാലും ഡ്രഗ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ റാൻഡം ആയിട്ടുള്ള ഡ്രഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ഇൻഷുറൻസുകാർ നമ്മളോട് ആവശ്യപ്പെടുന്നതനുസരിച്ച് ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ DOTയുടെ ടെസ്റ്റിൻ്റെ അകത്ത് അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. വൺസ് DOTയുടെ ഫിസിക്കൽ ടെസ്റ്റും പാസ്സായി, ഈ 3 പരീക്ഷയും പാസ്സായതിനു ശേഷം നമ്മളിവിടെയുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. അപ്പോൾ ആ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് നമ്മളെ റോഡിൽ കൊണ്ടുപോയി നമ്മൾ ഹാൻഡ്സ് ഓൺ വീൽ നമ്മുടെ കയ്യിൽ വണ്ടി തന്നു അവർ ട്രെയിനർ നമ്മളെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ച് നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അപ്പോൾ വൺസ് അത് കഴിഞ്ഞതിന് ശേഷം അവരൊരു സർട്ടിഫിക്കറ്റ് തരും. ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ തിരിച്ച് DMV അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മോട്ടോർ വെഹിക്കിളിന്റെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പം അവർ നമുക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് തരും. അങ്ങനെയാണ് നമുക്കിവിടെ CDL കിട്ടുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രം CDL ആയില്ല. കാരണം നമ്മൾ ഈ സ്കൂളിൽ പോയി പഠിക്കുന്നതെല്ലാം ജസ്റ്റ് empty ട്രെയിലറുകളായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കൺട്രോൾഡ് ആയിട്ടുള്ള സ്ഥലത്തൂടെ ആയിരിക്കും കൂടുതൽ ഓടിച്ച് പഠിക്കുന്നത്. റോട്ടിൽ കുറച്ച് ദൂരം ഓടിക്കുമെങ്കിലും 45 മിനിറ്റോളം നമ്മുടെ ടെസ്റ്റിനകത്ത് അവർ ഓടിപ്പിക്കുന്നുണ്ട് നമ്മുടെ റോട്ടിൽ. എങ്കിലും നമ്മൾ ആ ഒരു റിയൽ എക്സ്പീരിയൻസ് കിട്ടുന്നില്ല, ലോഡ് വലിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ശേഷം നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കമ്പനിയിൽ നമ്മൾ ഡ്രൈവറായിട്ട് കയറുമ്പം അവിടെ ഒരു 150 മണിക്കൂർ മിനിമം അവർ നമ്മളെ ഒരു മെന്റോറിന് കീഴിൽ
ഈ കമ്പനിയിൽ വർക്ക് ചെയ്യിപ്പിക്കും. അപ്പോൾ നമുക്ക് മിനിമം സാലറി ഉണ്ടായിരിക്കുള്ളൂ 150 മണിക്കൂർ നേരത്തേക്ക്. അപ്പോൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനറാണ് നമ്മൾ ശരിക്കും ട്രെയിൻ ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ പല കമ്പനികളിലും 150 മണിക്കൂറാണ്, ചില കമ്പനികളിൽ ഇച്ചിരി കൂടുതലാണ്. പിന്നെ ചില ഇപ്പം ലോക്കൽ കമ്പനികളിലൊക്കെ ചിലപ്പം ഒരാഴ്ചയൊക്കെ ട്രെയിനിങ് തന്നിട്ട് ഓടിച്ചോളാൻ പറയാറുമുണ്ട്, അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. അതിൽ ഇതുവരെ ഒരു റെസ്ട്രിക്ഷൻസ് ആരും കൊണ്ടുവന്നിട്ടില്ല, വലിയ താമസമില്ലാണ്ട് വരും. പക്ഷേ പ്രോപ്പർ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 150 മണിക്കൂറെങ്കിലും നമ്മൾ വണ്ടി ഓടിച്ച് ഒരു 15 പ്രാവശ്യമെങ്കിലും മിനിമം ബാക്കപ്പ് എടുത്ത് വണ്ടി ബാക്ക് എടുക്കാനാണ് ഏറ്റവും പ്രയാസം. അപ്പം ബാക്ക് എടുത്ത് അങ്ങനെയാണ് അതിൻ്റെ ട്രെയിനിങ്ങുകൾ കാര്യങ്ങളും നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. വൺസ് അത് തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഒഫീഷ്യലി ഒരു ട്രക്ക് ഡ്രൈവറായി മാറും. അതിനുശേഷം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻഡോഴ്സ്മെന്റുകളാണ്. ഇപ്പം ഞങ്ങളൊക്കെ ഡബിൾ ട്രെയിലറുകൾ വലിക്കുന്നുണ്ട്. ഡബിൾ ട്രെയിലർ, ട്രിപ്പിൾ ട്രെയിലർ വലിക്കാനായിട്ടുള്ളൊരു എൻഡോഴ്സ്മെന്റ് ആണ്. പിന്നെ അത് കൂടാണ്ട് ടാങ്കർ വലിക്കാനുള്ള എൻഡോഴ്സ്മെന്റ് ആണ്. ഞാൻ ടാങ്കറിന്റെ എൻഡോഴ്സ്മെന്റ് എനിക്കുണ്ട്. അത് കൂടാണ്ടുള്ളത് ഹാസ്മാറ്റ്, അത് ഹാസഡീസ് മെറ്റീരിയൽസ് എല്ലാം പുള്ളി ചെയ്യണമെന്നുണ്ട്. നമുക്ക് അഡീഷണൽ എൻഡോഴ്സ്മെന്റ് വേണം. ഹാസഡീസ് മെറ്റീരിയൽസ് പുള്ളി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗ്രീൻ കാർഡ് ഹോൾഡർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റിസൺ ആയിരിക്കണം. അല്ലാത്ത ഒരാൾക്കും ഹാസഡീസ് മെറ്റീരിയലിന്റെ എൻഡോഴ്സ്മെന്റ് അവർ കൊടുക്കുന്നില്ല. സോ നമ്മൾ ഹസാഡിസ് മെറ്റീരിയലിന്റെ പരീക്ഷ പാസ്സായതിനു ശേഷം അവർ FBI നമ്മുടെ ഡീറ്റെയിൽസ് അയക്കും. അവർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് ഹസാഡീസ് എൻഡോഴ്സ്മെന്റിലൂടെ നമുക്ക് കിട്ടുള്ളൂ. ആ എൻഡോഴ്സ്മെന്റുകൾക്കെല്ലാം നമ്മൾ ജസ്റ്റ് DMV പോയി അതിൻ്റെതായ പരീക്ഷകൾ എഴുതിയാൽ മതി. അപ്പോൾ ഇതൊക്കെ പഠിക്കാനായിട്ട് നമുക്ക് CDL പ്രപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. നമ്മുടെ ഫോണിൻ്റെ അകത്തൊരു ബ്ലൂ കളറിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലിന്റെ പടമുള്ള ഒരു ആപ്പാണ്. അതല്ലേ എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഹാൻഡ് ബുക്കുകൾ മേടിക്കാൻ കിട്ടും. പക്ഷെ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ളത് ഈ ആപ്പ് വെച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി നമുക്ക് ഇവിടെ CDL എടുക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടത്. എല്ലാവർക്കും CDL എടുക്കാൻ എന്താണ് വേണ്ടതെന്നുള്ളത് ഇപ്പം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ തൊട്ട് നമ്മുടെ പേര് ട്രക്ക് അളിയൻ എന്നായിരിക്കും നമ്മുടെ ചാനലിന്റെ പേര്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് അത് ആദ്യം ഇൻട്രൊഡക്ഷൻ മല്ലു കപ്പിൾ ഓൺ ദ റോഡ് എന്ന് തന്നെ പറയുമെങ്കിലും നമ്മുടെ ചാനലിന്റെ പേര് ട്രക്ക് അളിയൻ എന്നായിരിക്കും. നമ്മൾ എങ്ങനെ ട്രക്ക് അളിയൻ എന്നുള്ള പേര് വന്നു എന്നുള്ളതൊക്കെ വരും വീഡിയോകളിൽ കൂടെ കാണാൻ കേട്ടോ. അതും കൂടാണ്ട് വേറെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല തിരക്കിൽ ഞാൻ ഓടി നടക്കുവാണ്. അപ്പൊ ഈ തിരക്കിൽ ഓടി നടക്കാനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളതും വരും വീഡിയോസിൽ കാണാം. അതൊരു സർപ്രൈസ് ആണ്. സോ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ ഉടനെ തന്നെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫോർ നൗ.